വിനോദ് കോവൂരിൻ്റെ വീട്ടിലെത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് വിസ്മയങ്ങൾ പകരുന്നുണ്ട് മണിമുല്ല വസന്തം. ഈ വീട് പൂത്തൊരഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ചുറ്റും മുല്ലപ്പൂക്കൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം പകരുന്നുണ്ട്. മുല്ലപ്പൂക്കളിൽ അമർന്നു കിടക്കുന്ന ഒരു വീട്ടിലാണിപ്പോൾ വിനോദ് കോവൂർ താമസിക്കുന്നത്. പതിവ് തെറ്റിയില്ല. ഈ മഞ്ഞുകാലത്തും വിനോദ് കോവൂരിന്റെ തറവാടായ ചിത്രമൂലയിൽ മണിമുല്ല പൂത്തു. അത് പടർന്ന് പന്തലിച്ചങ്ങനെ നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇളം കാറ്റിൽ നൃത്തം ചെയ്യുന്ന മണിമുല്ലകൾ, ഒപ്പം വിരുന്നിനെത്തിയ പൂമ്പാറ്റകളും തേനീച്ചകളും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിസ്മയമാണ്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് ഓരോ ഡിസംബറിലേക്കും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പൂ വിരിയാൻ വേണ്ടിയിട്ട്. ഇത് മണിമുല്ല എന്നും പറയും, ഇതിന് നാഗവള്ളി മുല്ല എന്നും പറയും. നവംബർ വരുമ്പോഴേ മുട്ടിട്ട് തുടങ്ങും. മുട്ടിട്ട് തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് അറിയാം ഇപ്രാവശ്യത്തെ വ്യാപ്തി എത്ര ഉണ്ടാവുന്നു. അത് നോക്കി ഡിസംബർ ഫസ്റ്റ് വീക്കിലൊന്ന് വിരിയും, പിന്നെ ഡിസംബർ ലാസ്റ്റ് വീക്ക് വരുമ്പോഴേക്കാണ് 2 തവണ വിരിയും. ഇത്തവണ ഞങ്ങളൊരു ഗസൽ സന്ധ്യ വരെ സംഘടിപ്പിച്ചു കൂടെ. ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് രാത്രി ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് പാടി. നല്ല അറ്റ്മോസ്ഫിയറാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ചേട്ടൻ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ ഒരു ഇതിനൊരു നിലാവിൻ്റെ ഒരു പരിവേഷമൊക്കെ ഉണ്ട്. മുല്ല പൂത്തത് മുതൽ ചിത്രമൂലയിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ജനുവരി തുടങ്ങുന്നതോടെ പൂക്കൾ കൊഴിയും. ഇനി അടുത്ത ഡിസംബർ മാസം എത്തണം ചിത്രമൂല പൂത്തുലയാൻ. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഞ്ജലി അമൃത്, 24 കോഴിക്കോട്. എന്തായാലും കാണാനൊരു സുഖം പകരുന്ന കാഴ്ചയാണ്. വിനോദ് കോവൂരിൻ്റെ വീട്ടിന് ചുറ്റും മണിമുല്ല പൂത്ത് നിൽക്കുന്നു പറഞ്ഞാൽ വല്ലാത്ത സുഗന്ധമായിരിക്കുമല്ലോ അവിടെയൊക്കെ പരക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ വീടുകളിലും അനുവർത്തിക്കാവുന്ന ഒരു മാതൃകാപരമായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വിനോദിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. 24 2 വർഷത്തിന്റെ നിറവിൽ